ഹായ് ഫ്രണ്ട്സ്, ബാക്ക് ടു യുവർ ചാനൽ. ഇന്ന് നമുക്ക് ഹാരി പോട്ടർ സീരീസിലെ വിസാർഡിംഗ് വേൾഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെൽസ് ആൻഡ് ചാംസിനെ കുറിച്ച് നോക്കാം. ആക്ച്വലായിട്ട് ചാംസും ഡിഫൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം സ്പെല്ലാണ്. ഇതുപോലത്തെ സ്പെൽസ് ഉപയോഗിച്ചാണ് വിസാർഡിംഗ് വേൾഡിലെ വിച്ചസ് ആൻഡ് വിസാർഡ്സ് അവരുടെ മാജിക്കൽ പവർ കൺട്രോൾ ചെയ്യുന്നത്. ടോട്ടലായിട്ട് 2 തരം പീപ്പിൾസാണ് ഈ വേൾഡിലുള്ളത്: വിസാർഡ്സ് ആൻഡ് മഗിൾസ്. മഗിൾസ് എന്ന് പറയുന്നത് നമ്മളെപ്പോലെ മാജിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യരാണ്. വിസാർഡിംഗ് പീപ്പിൾസും നമ്മളെപ്പോലെ ജനിക്കുമ്പോൾ തന്നെ നോർമൽ പേഴ്സൺസ് ആയിരിക്കും. പക്ഷേ അവരുടെ ബാല്യകാലത്തിലെ ഒരു ഘട്ടം കഴിയുമ്പോൾ തന്നെ അവർക്ക് മാജിക്കൽ നേച്ചർ അനുഭവപ്പെട്ടു തുടങ്ങും. ഈ മാജിക്കൽ നേച്ചർ അപ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അതിനവർക്ക് വിസാർഡിംഗ് സ്കൂളിലെത്തി മാന്ത്രിക വിദ്യകൾ പഠിക്കേണ്ടതായി വരും. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി എങ്ങനെ ഒരു ഭാഷ പഠിക്കുന്നുവോ അതുപോലെ തന്നെ വിസാർഡിംഗ് പീപ്പിൾസിനും അവരുടെ മാജിക്കൽ നേച്ചർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെൽസ് പഠിക്കേണ്ടതായി വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ സ്പെൽസ് എന്താണെന്ന് മനസ്സിലായി. വിസാർഡിംഗ് വേൾഡിൽ ഈ സ്പെൽസിനെ മൊത്തം 7 തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രാൻസ്ഫിഗറേഷൻ. ഒരു ഒബ്ജക്റ്റിനെയോ പേഴ്സണിനെയോ അനിമലിനെയോ ടോട്ടലായിട്ട് വേറൊരു ഫോമിലേക്ക് മാറ്റുന്നതാണ് ട്രാൻസ്ഫിഗറേഷൻ. ഉദാഹരണത്തിന് പ്രൊഫസർ മെക്കനക്കൽ ഒരു പക്ഷിയെ ടോട്ടലായിട്ട് ഗ്ലാസ് ആയിട്ട് മാറ്റിയിരിക്കും. ഈ ട്രാൻസ്ഫിഗറേഷനും ആനിമേഗസും രണ്ടാണ്. ഒരു വിസാർഡ് സ്വയമായിട്ട് വേറൊരു സ്പീഷീസായി മാറുന്നതാണ് ആനിമേഗസ്. പിന്നെ ഇതിൽ തന്നെ വാനിഷ്മെൻ്റ് ഉണ്ട്. അത് ട്രാൻസ്ഫിഗറേറ്റ് ചെയ്ത് പൂർണ്ണമായിട്ട് ഒരു ഒബ്ജക്റ്റിനെ വാനിഷ് ചെയ്യിപ്പിക്കുന്നതാണ്. കോൺജുറേഷൻ ഇത് ഇല്ലാത്ത ഒന്നിനെ പുതിയതായിട്ട് നിർമ്മിക്കുന്നതാണ്. എക്സാമ്പിളിന് ഹാഗ്രിഡ് ആ നെരിപ്പോടിൽ തീ കത്തിക്കുന്നത് കോൺജുറേഷനാണ്. സ്വിച്ചിങ്ങും ഒരു സബ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ മാജിക്കാണ്. 2 ടാർഗറ്റ് സെലക്ട് ചെയ്ത് അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് പരസ്പരം സ്വിച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് സ്വിച്ചിങ്. ട്രാൻസ് സ്പീഷീസ് ട്രാൻസ്ഫോർമേഷൻ ഒരു സ്പീഷീസിൻ്റെ പർട്ടിക്കുലർ ബോഡി പാർട്ട് മാത്രം കംപ്ലീറ്റ് ആയിട്ട് വേറൊന്നാക്കി മാറ്റുന്നതാണ് ട്രാൻസ് സ്പീഷീസ് ട്രാൻസ്ഫോർമേഷൻ. രണ്ടാമത്തത് ചാംസ് ഫുള്ളായിട്ട് ഫൈറ്റിങ്ങിനും ഡിഫൻസിനും വേണ്ടി ഉപയോഗിക്കുന്ന സ്പെൽസാണ്. നമ്മൾ ഹാരി പോട്ടർ സീരീസിൽ കാണുന്ന കൂടുതൽ സ്പെൽസും ഈ ചാംസാണ്. ഒരു ഫൈറ്റിങ്ങോ ഡ്യുവലിങ്ങോ നടക്കുമ്പോൾ ഒപ്പോണൻറ്റിനെ കൂടുതൽ വീക്കാക്കാനും സ്വയം സംരക്ഷിക്കാനും ഈ ചാംസ് സ്പെൽസാണ് ഉപയോഗിക്കുന്നത്. ഈ ചാംസ് സ്പെൽസ് കുറേ ടൈപ്പ് ഉണ്ട്. അത് സ്പെൽസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അടുത്തത് ജിങ്സ് സ്പെൽസ് ഒരു ചെറിയ ഡാർക്ക് മാജിക്കാണ്. ഈ സ്പെൽസ് നമ്മളെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നതും എന്നാൽ രസകരവുമായ സ്പെൽസാണ്. ഇതുപോലത്തെ സ്പെൽസ് കൂടുതലും കളിക്ക് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. ഇതും ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നോക്ക് ബാക്ക് ജിങ്സ് ഈ സ്പെൽസ് ടാർഗറ്റിനെ പുറകോട്ട് തള്ളിയിടും. ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട്സ് പുഷ് ചെയ്യാനും ഈ സ്പെൽ ഉപയോഗിക്കും. റിവൾഷൻ ജിങ്സ് റിലീസിയോ ഈ സ്പെൽ ഉപയോഗിച്ചായിരിക്കും ഹെർമോനിയും ഫ്രണ്ട്സും ആ ഡ്രാഗൻ്റെ പുറത്ത് കയറി രക്ഷപ്പെടുന്നത്. എബോബ്ലിയോ ജിങ്സ് ഉപയോഗിച്ച് ടാർഗറ്റിനെ വലിയ ബബിൾസിനുള്ളിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റും. ഇത് ഫെൻറ്റാസ്റ്റിക് ബീറ്റ്സിൽ കാണാൻ കഴിയും. ഇതുപോലത്തെ രസകരമായ സ്പെൽസാണ് ജിങ്സ്. അടുത്തത് ഹെക്സ് സ്പെൽസും ആൾമോസ്റ്റ് ജിങ്സ് സ്പെൽസിനെ പോലെ തന്നെയാണ്, പക്ഷേ കുറച്ച് സീരിയസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഉണ്ടാക്കും. ഈ സ്പെൽസ് ഒരു തരം ഡാർക്ക് ചാമാണ്. ഫൈറ്റിങ്ങിലും ഡ്യുവലിങ്ങിലും ഒപ്പോണൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് സഫർ ആവാൻ ഈ സ്പെൽസ് ഉപയോഗിക്കും. അടുത്തത് കേഴ്സ്. വിസാർഡിംഗ് വേൾഡിൽ തന്നെ ഡേഞ്ചറസ് ആയതും വിലക്കപ്പെട്ടതുമായ പവർഫുൾ സ്പെൽസ് ഈ കേഴ്സ് സ്പെല്ലാണ്. ഒരു ജീവനെ ഫിസിക്കലായോ മെൻ്റലായോ ടോർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പെൽസാണ് ഇത്. പ്രധാനപ്പെട്ട 2 കേഴ്സ് ഉണ്ട്: അൺഫോർഗിവബിൾ കേഴ്സും ബ്ലഡ് മാൽഡിക്ഷനും. അൺഫോർഗിവബിൾ കേഴ്സ് 3 ഉണ്ട്. ഒരാളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന അബഡ കഡാബ്ര. പിന്നെ വളരെയധികം പെയിൻഫുള്ളായിട്ട് ടോർച്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇംപീരിയോ ക്രൂസിയോ എന്നീ സ്പെൽസും അൺഫോർഗിവബിൾ സ്പെൽസാണ്. രണ്ടാമത്തേത് ബ്ലഡ് മാൽഡിക്ഷൻ. ഈ സ്പെല്ല് കോസ്റ്റ് ചെയ്യുന്നത് വഴി ഒരാളെ കൊല്ലാൻ കഴിയില്ല. മാരകമായ രോഗങ്ങൾക്കും ശാപത്തിനും കാരണമാകും. ഈ സ്പെല്ല് ഒരു സ്ലോ പോയിസൺ പോലെയാണ്. ജനറേഷൻ ബൈ ജനറേഷനായിട്ട് ആ ഫാമിലിയിൽ ഇതിൻ്റെ എഫക്റ്റ് കാണും. ഇതിന് പെർഫെക്റ്റ് എക്സാമ്പിൾ നാഗിനിയാണ്. നാഗിനിയെ പെർമനൻ്റായിട്ടൊരു സ്നേക്കാക്കി മാറ്റുന്നത് ഈ സ്പെല്ലായിരിക്കും. ഡ്രാക്കോ മാൽഫോയുടെ അമ്മ ആസ്ട്രിയോ മാൽഫോയും ഈ സ്പെല്ലിൽ സഫർ ചെയ്തിരിക്കും. ലാസ്റ്റ് ഹാരി പോട്ടർ ആൻഡ് ദ കേഴ്സ് ഓഫ് ചൈൽഡ് നോവലിൽ മരിക്കുന്നതായി കാണാം. അടുത്തതായിട്ട് കൗണ്ടർ സ്പെൽ.
കൗണ്ടർ സ്പെൽ ഒരു ബ്രേക്കിംഗ് സ്പെല്ലാണ്. അതായത് നമ്മൾ അവസാനമായി കണ്ട ജിങ്സ്, ഹെക്സ്, കേഴ്സ് എന്നീ സ്പെല്ലുകൾ കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ സ്പെല്ലിൻ്റെ ശക്തി ബ്രേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പെൽസാണ് കൗണ്ടർ സ്പെൽ. ക്വീനി ജേക്കബിനെ ഒരു സ്ട്രോങ് ലവ് പോഷൻ കൊടുത്ത് മയക്കിയിരിക്കും. ഇതിൽ നിന്നും ന്യൂട്സ് കമാൻഡർ ജേക്കബിനെ പുറത്തു കൊണ്ടുവരുന്നത് കൗണ്ടർ സ്പെൽ ഉപയോഗിച്ചാണ്. ലാസ്റ്റ് വൺ ഹീലിംഗ് സ്പെൽ. ഈ സ്പെൽ ഉപയോഗിച്ച് നമുക്കുണ്ടായ മുറിവുകളും മറ്റും വിത്തിൻ സെക്കൻഡ്സ് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനെ മാജിക്കലായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനാണ് ഈ സ്പെൽസ് ഉപയോഗിക്കുന്നത്. മുറിവുകൾ മാത്രമല്ല, ബാൻഡേജിങ് ചാം ഉപയോഗിച്ച് ഫ്രാക്ചേഴ്സ് ഒക്കെ ശരിയാക്കാൻ പറ്റും. ഷോക്ക് ചാം ഉപയോഗിച്ച് നമ്മുടെ ഹാർട്ടും ബ്രെയിനും വീണ്ടും പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റും. ഇതുപയോഗിച്ച് പാരാലിസിസ്, എല്ലുപൊട്ടൽ തുടങ്ങി എല്ലാ പ്രോബ്ലംസിനും ഡിസീസസിനും സൊല്യൂഷനുണ്ട്. ഈ 7 ടൈപ്പ് ഓഫ് സ്പെൽസാണ് വിസാർഡിംഗ് വേൾഡിൽ വിച്ചസ് ആൻഡ് വിസാർഡ്സ് മേജറായിട്ട് യൂസ് ചെയ്തു വരുന്നത്. ഈ സ്പെൽസ് എല്ലാം കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്താൽ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള ഹാൻഡ് മൂവ്മെൻറ്റ് കൂടി കുട്ടികൾ കറക്റ്റായിട്ട് പഠിക്കണം. ഇതിനെക്കുറിച്ചാണ് ഹോഗ്വാർട്സ് സ്കൂളിലെ കുട്ടികളും സ്റ്റാൻഡേർഡ് ബുക്ക് ഓഫ് സ്പെൽസിൽ 7 വർഷം പഠിക്കുന്നത്. ഓക്കെ ഗായ്സ്, ഇനി നമുക്ക് കുറച്ച് സ്പെൽസിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, വിൻഗാർഡിയം ലെവിയോസ. You're saying it wrong. It's Leviosa, not Leviosa. ഓ സോറി ഹെർമോയിനി. വിൻഗാർഡിയം ലെവിയോസ. ഹാരിയും ഫ്രണ്ട്സും ആദ്യമായിട്ട് പഠിക്കുന്ന സ്പെല്ലാണ് വിൻഗാർഡിയം ലെവിയോസ. പ്രൊഫസർ ഫ്ലെച്ച്വിക്കാണ് അവർക്ക് ഈ ക്ലാസ് എടുക്കുന്നത്. ഒരു ഒബ്ജക്റ്റിനെ ലെവിറ്റേറ്റ് ചെയ്യാൻ ഈ സ്പെല്ല് ഉപയോഗിക്കും. ഈ സ്പെല്ല് ഉപയോഗിച്ച് ഹാരി ആ മൗണ്ടൻ ട്രോളിനെ ഡിഫീറ്റ് ചെയ്തിരിക്കും. അലോഹമോറ. ലോക്കായിട്ടുള്ള ഡോറിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്പെല്ല് ഉപയോഗിക്കുന്നത്. ഇതിനും പെർഫെക്റ്റായിട്ട് ഹാൻഡ് മൂവ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ടുണ്ട്. മൂവീസിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും. ഇതിന് ആൻറ്റി അലഹമോറ സ്പെല്ലും ഉണ്ട്. അതുപയോഗിച്ച് ഈ സ്പെല്ലിനെ യൂസ്ലെസ് ആക്കാനും പറ്റും. ഫുൾ ബോഡി ബൈൻഡ് കേഴ്സ്. പെട്രിഫിക്കസ് ടൊട്ടാലസ്. ഈ സ്പെല്ല് ഉപയോഗിച്ച് ഒരാളെ ടെമ്പററി ആയിട്ട് പാരലിസിസ് ആക്കാൻ പറ്റും. ഫിലോസഫർ സ്റ്റോണിൽ തന്നെ ഹെർമോയിനി പർപ്പിൾ നിറത്തിലുള്ള ഈ സ്പെൽ നെവിലിനെതിരെ കോസ്റ്റ് ചെയ്തിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇനിയും ഒരുപാട് സ്പെൽസിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് ആവശ്യം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്പെൽസൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ടു വാച്ചിങ് ദിസ് വീഡിയോ. ലവ് യു ആൾ.